പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ സ്വാമി ഇന്നപ്പോൾ ജനിച്ചു, ഇന്നപ്പോൾ സമാധി, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഒരു കൺവെൻഷണൽ ജീവചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മറ്റൊരു വേഷനിൽ തീർത്ഥസ്വാമിയെ ഒരു വീക്ഷണത്തിലൂടെ കാണുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജനിച്ച വീട്, അതൊക്കെ നിങ്ങൾക്ക് സിംപിളി വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സ്വാമി ജനിച്ചത് നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലയിലെ നമ്മുടെ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പനമൂട് എന്നാണ് സ്വാമിയുടെ കുടുംബത്തിൻ്റെ നാമം. 1895 ജനനം. നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടും, ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് മറ്റ് രീതികൾ നമ്മളങ്ങനെ പോവുകയാണ്. തീർത്ഥസ്വാമി സത്യത്തിൽ ശ്രീനാരായണ മഹാഗുരുവിൻ്റെ ദർശന സൗകുമാര്യതയിൽ ഒരു നെടും തൂണ് തന്നെയായിരുന്നു, ഒരു നെടും തൂണ് തന്നെ. കാരണം SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനം ഈ രീതിയിൽ പടുത്തുയർത്തിയതിനെക്കുറിച്ച് ഞാൻ SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സമിതി അംഗമായി ഇപ്പോൾ ഇരിക്കുമ്പോൾ എത്രയോ ശാഖകൾ കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് മാത്രമേ പോകാനുള്ളൂ, ബാക്കി 13 ജില്ലകളിലുമായി പോയിട്ടുണ്ട്. 13 ജില്ലകളിലും SNDP യോഗത്തിൻ്റെ അത്യാവശ്യം കേരളത്തിന് പുറത്തൊരു 10 സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഘോരഘോരം വാദിക്കുന്നൊരു വാക്കുണ്ട്. മഹാനായ TK മാധവൻ, SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി. എന്നത് പറയുമ്പോൾ ഒരു യൂത്ത് മൂവ്മെൻറ്റുകാരൻ കൂടി ആയതുകൊണ്ട് എനിക്ക് കൂടി ഒരു സ്വകാര്യമായൊരു അഭിമാനമുണ്ട്. 1927 ജനുവരി മാസം 1-ാം തീയതി മഹാനായ TK മാധവൻ SNDP യോഗത്തിൻ്റെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ അന്ന് കഴിഞ്ഞ 24 വർഷങ്ങൾ കൊണ്ട് SNDP യോഗത്തിൽ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന അംഗങ്ങളുടെ ആകെ എണ്ണം 3688 മാത്രമാണ്. ഇത് ഞാനുൾപ്പെടെ എല്ലാവരും പറയുന്നൊരു സെൻറ്റൻസാണ്. അത്രയും അംഗങ്ങൾ മാത്രമേ ഉള്ളൂ SNDP യോഗത്തിൽ അംഗം. മഹാനായ TK മാധവൻ SNDP യോഗത്തിന്റെ സംഘടനാ സെക്രട്ടറിയെ ചുമതലയേറ്റ് 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 120 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ SNDP യോഗത്തിന് 50,684 ആളുകൾ പേരെഴുതി ഒപ്പിടിപ്പിച്ച് കേരളത്തിലെ പ്രമുഖ പ്രഥമ സമര പോരാട്ട സംഘടനയാക്കി വളർത്തിയെടുത്തത് TK മാധവനാണ്. നാം എല്ലാവരും പറയാറുണ്ട്, ഈ 4 മാസങ്ങൾ കൊണ്ട് SNDP യോഗം എന്ന ഒരൊറ്റ സംഘടനയ്ക്ക് 255 ശാഖായോഗങ്ങൾ, 10 യൂണിയനുകൾ പടുവൃക്ഷമാക്കി വളർത്തിയെടുത്തു TK മാധവൻ. അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിവില്ലായ്മ കൊണ്ടോ വ്യക്തിപരമായി എനിക്ക് അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ മറ്റു പല ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും വിട്ടുപോയൊരു പേരുണ്ട്, മറന്നുപോയൊരു പേരുണ്ട്. SNDP യോഗത്തെ ഈ കാണുന്ന തരത്തിൽ പ്രബലമായ ഒരു സംഘടനയാക്കി വളർത്തിയെടുക്കുവാൻ അഹോരാത്രം പാടുപെട്ട SNDP യോഗത്തെ വളർത്തി വലുതാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നിഴലായി നടന്നിരുന്ന ശ്രീനാരായണ തീർത്ഥസ്വാമികൾ ഇപ്പോൾ എല്ലാ വേദികളിലും അത് തിരുത്താൻ ഞാനും ശ്രമിക്കാറുണ്ട്. സ്വാമിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ TK മാധവന് മാത്രം, TK മാധവൻ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ്. TK മാധവൻ ഈ കുലത്തിൻ്റെ വിപ്ലവ സിംഹമാണ്, ഇതിഹാസമാണ്. ഘോരഘോരം നമ്മൾ പറയും. അതിൻ്റെ പിറകിൽ വലിയൊരു ക്യാൻവാസ് ഉണ്ടായിരുന്നു. TK മാധവൻ പ്രവർത്തിക്കുവാൻ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത് ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. തീർത്ഥസ്വാമികൾ മധ്യ തിരുവിതാംകൂറിലോട്ട്, നമ്മുടെ ഈ നാട്ടിലോട്ട്, അല്ലെങ്കിൽ ഈ കുറിച്ച് അദ്വൈത ആശ്രമം ഉൾക്കൊള്ളുന്ന മിഡിൽ ട്രാവൻകൂർ, മധ്യ തിരുവിതാംകൂറിലേക്ക് വരുന്നത് ഏതാണ്ട് 1913 കൂടി ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം. കൃത്യമായിട്ട് ഞാൻ നമ്മുടെ രാജശ്രീ പ്രണവ സാറിൻ്റെ പുസ്തകം വരെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റെഫർ ചെയ്ത് നോക്കിയിരുന്നു, മാക്സിമം ഇൻഫർമേഷൻ ഒന്ന് നോക്കുവാനായി. തീർത്ഥസ്വാമിയെ സാമുദ്രിപാദങ്ങൾ തന്നെ നിയോഗിക്കുന്നത് പാമ്പാടിയിലേക്ക്. അതുകൊണ്ടാണ് SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനം മധ്യ തിരുവിതാംകൂറിൽ ഇത്ര വേരൂന്നിയിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ മാസത്ത് SNDP യോഗം നെന്മാറ യൂണിയൻ, കൊല്ലങ്കോട് യൂണിയൻ, പീച്ചി യൂണിയൻ, എത്രയോ വടക്കൻ കേരളത്തെ യൂണിയനുകളിൽ ക്ലാസ്സിന് വേണ്ടി മാത്രം പോയി. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കോട്ടയം SNDP യൂണിയൻ 103 ശാഖയാണെന്നും ചങ്ങനാശ്ശേരി SNDP യൂണിയൻ 64 ശാഖകളാണെന്നും ഏതാണ്ട് അതിൽ ശാഖായോഗങ്ങളുള്ള വൈക്കം യൂണിയനെ കുറിച്ചുമൊക്കെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ 19ഉം 20ഉം ശാഖകൾ മാത്രമുള്ള കൊച്ചു യൂണിയനുകളാണ് ഇവരെല്ലാവരും. ഏതാണ്ട് 30-32 ശാഖയുള്ള നെന്മാറ യൂണിയൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ചെല്ലുമ്പോൾ വാർഷികത്തിന് ആകെ വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു 150 പേരാണ്. ഒരു ശാഖായോഗത്തിന് കോട്ടയത്ത് അത്രയും ആളുകൾ വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. കാരണം TK മാധവനോടൊപ്പം ശ്രീനാരായണ തീർത്ഥസ്വാമികൾ വേരാഴ്ത്തി വളർത്തിയെടുത്തൊരു സംഘടനാ സംവിധാനം ഈ മധ്യ തിരുവിതാംകൂറിൽ ഉള്ളത് കൊണ്ടാണ് SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനം ഈ തരത്തിൽ വളരുവാനും ശ്രീനാരായണ ഭക്ത സമൂഹം ഈ തരത്തിൽ വലിയൊരു ചൈനീസ് മതിൽ പോലെ പടർന്ന് പന്തലിക്കുവാനും ഈ മധ്യ തിരുവിതാംകൂർ കാരണമായത്. നമ്മൾ കേരളത്തിന് പുറത്ത് എവിടെ പോയാലും
ഞാൻ SNDP യോഗം ഡൽഹി യൂണിയൻ, മുംബൈ യൂണിയൻ, പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പൂനെയിൽ, നാഗ്പൂരിൽ, ജയ്പൂരിൽ എല്ലാം പോയിട്ടുള്ള ആളാ. ഇന്ത്യക്ക് പുറത്തും പോയിട്ടുള്ള ആളാ. ഇവിടങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അവിടുത്തെയൊക്കെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഒന്നുകിൽ കോട്ടയം, അല്ലെങ്കിൽ ആലപ്പുഴ, ഇല്ലെങ്കിൽ പത്തനംതിട്ട, ഇല്ലെങ്കിൽ ഇടുക്കി, ഈ ഒരു 4-5 ജില്ലകളിൽപ്പെട്ടവരാ. അവർക്കെല്ലാം സംഘടനാബോധം ഉണ്ടായത്, അവർക്കെല്ലാം ഗുരുഭക്തി ഉണ്ടായത് ഇതിൻ്റെ എല്ലാം പുറകിൽ ശ്രീനാരായണ തീർത്ഥസ്വാമികളാ. കാരണം തീർത്ഥസ്വാമികൾ പാമ്പാടിയിലേക്ക് നിയോഗിക്കപ്പെട്ടിടം മുതൽ നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കാം. പാമ്പാടിയിലേക്ക് നിയോഗിക്കുവാനും ഒരു കാരണമുണ്ട്. പാമ്പാടിയിൽ നിങ്ങൾക്കറിയാം, പാമ്പാടിക്ക് മുകളിൽ മഞ്ഞാടിയിലാണ് ശിവദർശന ക്ഷേത്രമുള്ളത്. അവിടെ നിന്നും ഒരു 6-7 കിലോമീറ്റർ അകലെ 7-ാം മൈൽ എന്നൊരു സ്ഥലമുണ്ട്. 7-ാം മൈൽ അവിടെ തൃക്കയിൽ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ഒരു ശിവരാത്രി ദിനത്തിൽ പാമ്പാടിയിലുള്ള ഒരു അത്യാവശ്യം സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടുള്ള ഈഴവ പ്രമാണിമാർ, ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു, ഹിസ്റ്ററി മാത്രമാണ്, ഈഴവ പ്രമാണിമാർ, മഞ്ഞാടിയിൽ ആനന്ദൻ ചേന്നി അടക്കമുള്ള, മഞ്ഞാടി വെല്ലിച്ചൻ എന്ന് പറഞ്ഞാലാണ് പാമ്പാടിക്കാർക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത്, അടക്കമുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് പൂജയ്ക്കും തൊഴുവാനുമായി ചെല്ലുന്നു. അപ്പോൾ പിന്നോക്ക ജനവിഭാഗമായതുകൊണ്ട് അവരെ ആട്ടിപ്പായിക്കുന്നു. നമുക്ക് എന്നാണ് ചരിത്രത്തിൽ അറിയാൻ സാധിക്കുന്നത്? ഒരു മർദ്ദനത്തിൻ്റെ കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല, നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതുമില്ല. അവർ അവിടെ നിന്നും ആട്ടിപ്പായിക്കപ്പെടുന്നു എന്നെല്ലാവരും തന്നെ പറയുന്നുണ്ട്. ആ ഒരു അപമാനത്തിൻ്റെ ഭാഗമായി അവർ സ്വാമിതൃപാദങ്ങളെ സമീപിക്കുന്നു. അങ്ങനെ സ്വാമിതൃപാദങ്ങളുടെ നിർദ്ദേശാനുസരണം 1911 ശാരദാമഠം പ്രതിഷ്ഠിക്കുന്നതിന് 1 വർഷം മുന്നേ, അത് നമ്മൾ ആലോചിക്കണം, പാമ്പാടിയിൽ അന്നത്തെ SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയായി സ്വാമിതൃപാദങ്ങൾ നിയോഗിച്ചിട്ടുള്ള സാധു ശിവപ്രസാദിൻ്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് പാമ്പാട് ശിവദർശന ക്ഷേത്രം പ്രതിഷ്ഠാപിതമായത്. ഞാൻ അരുവിപ്പുറം മുതൽ ഓംകാരേശ്വരം വരെയുള്ള ബാലകൃഷ്ണൻ സാറിൻ്റെ ബുക്കും നമ്മളുടെ ഇവിടുത്തുകാരനായ ഏറ്റവും അധികം തീർത്ഥസ്വാമിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള രാജശ്രീ പ്രണവ സാറിൻ്റെ പുസ്തകത്തെയൊക്കെ ആധാരമാക്കിയാണ് ഇത് പറയുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപനം നടക്കുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ആക്ടിവിറ്റികളിലും പൂജകളിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പോക്ക് കാണാതെ വരുമ്പോൾ അവിടെമെല്ലാം കാട് കയറി വല്ലാതെയാകുന്നു, കൃത്യമായി ആളുകൾ വരാതാകുന്നു, കൃത്യമായി പൂജാ വിധാനങ്ങളില്ല, അറിയാവുന്ന പൂജാരിമാരില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ മഞ്ഞാടി വെല്ലിച്ചൻ എന്ന് പറഞ്ഞാൽ മഞ്ഞാടിയിൽ ആനന്ദൻ ചേന്നി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാമ്പാടിയിലെ പ്രമുഖന്മാർ ശിവഗിരി മഠത്തിലെത്തി സ്വാമിതൃപാദങ്ങളെ കാണുകയും ചെയ്യുന്നു. അന്ന് ഗുരു നാം നിങ്ങൾക്കൊരാളെ തരാം പാമ്പാടിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗിക്കുന്ന ആളാണ് ശ്രീനാരായണ തീർത്ഥസ്വാമി. അങ്ങനെ നിയോഗിക്കുവാനും ഒരു കാരണമുണ്ട്. തീർത്ഥസ്വാമിക്ക് ഏതാണ്ട് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്നാണ് സച്ചിദാനന്ദ സ്വാമി അതേക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവ ചരിത്രം അറിയപ്പെടാത്ത ഏടുകൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊല്ലത്ത് പരവൂര് കൊച്ചു നാരായണ സ്വാമി എന്ന് പറയുന്ന ഒരു സിദ്ധ പുരുഷനുണ്ടായിരുന്നു. സ്വാമിതൃപാദങ്ങൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മഹാഗുരുവിൻ്റെ ശരീരധാരണ കാലഘട്ടത്ത് ഒരുപാട് സിദ്ധന്മാർ ഒരു സൂര്യൻ്റെ ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളെ പോലെ സ്വാമിതൃപാദങ്ങളുടെ സമീപത്ത്, നമുക്കറിയാം ഇപ്പോൾ കോലത്തുകരയിലെ ജടാധര സ്വാമി അടക്കം ഒരുപാട് സിദ്ധന്മാർ നമുക്ക് ഗുരുവിൻ്റെ ചരിത്രത്തിൽ പലയിടത്തും കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു സിദ്ധനായിരുന്നു കൊച്ചു നാരായണ സ്വാമി. ഇദ്ദേഹം ഒരു സാമ്പത്തിക സംവിധാനമൊക്കെയുള്ള അത്യാവശ്യം കൊള്ളാവുന്നൊരു വീടും സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരാളാണ് ഈ കൊച്ചുനാരായണ സ്വാമി. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വാമിതൃപാദങ്ങൾ ഇടയ്ക്കിടെ വരികയും വിശ്രമിക്കുകയും ചെയ്യുന്നത് പതിവാണ്. പരവൂരിലെ കൊച്ചുനാരായണ സ്വാമിയുടെ വീട്ടിൽ സ്വാമിതൃപാദങ്ങൾ ഇടയ്ക്കിടെ വരാറുണ്ട്. അങ്ങനെ ഗുരു വരുന്ന ഒരു വിവരം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ശ്രീനാരായണ തീർത്ഥ സ്വാമി, അന്ന് നാരായണൻ എന്ന പേര് നാണുവെന്ന്, ഗുരുവിനെ പോലെ തന്നെയാകട്ടോ, നാരായണൻ എന്ന പേരും ആളുകൾ സ്നേഹപുരസരം നാണുവെന്ന് വിളിക്കുന്ന തീർത്ഥസ്വാമികൾ സ്വാമിയുടെ അച്ഛൻ്റെ സഹോദരനായ ഗോവിന്ദനാശാനെയും കൂട്ടി കൊച്ചു നാരായണ സ്വാമിയുടെ വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. സ്വാമിതൃപാദങ്ങൾ ഒരു ചാരുകസേരയിൽ ഉപേക്ഷനായിരിക്കുമ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ, അപ്പോൾ നേരത്തെ തന്നെ ക്ഷേത്ര ദർശനവും ഉപാസനയും പ്രാർത്ഥനയും ഒരു ആധ്യാത്മിക സംസ്കാരവും ഉള്ള ആളാണ് ഈ നാണു അഥവാ നമ്മുടെ നാരായണൻ, നമ്മുടെ തീർത്ഥസ്വാമി. ഗുരുവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ സ്വാമിതൃപാദങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അന്നേ ശിഷ്യസഞ്ചയത്തിൽ ചേരുവാനുള്ള, ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുവാനുള്ള ഭാവികൾ സ്വാമിതൃപാദങ്ങൾ ശ്രീനാരായണ ധർമ്മം എഴുതുമ്പോൾ അതിന് വ്യാഖ്യാനം ചമയ്ക്കുവാനുള്ള ഒരാളാണെന്ന് ഗുരുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ അന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് മിടുക്കനായി വരുമെന്ന് പറഞ്ഞ്, മിടുക്കൻ അങ്ങനെ വന്നല്ലോ അല്ലേ.